സംസ്ഥാന ബജറ്റിൽ മാള അരവിന്ദനെ ഇത്തവണയും സർക്കാർ അവഗണിച്ചു. സ്ഥലം ലഭ്യമായാൽ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കാൻ പണം അനുവദിക്കുമെന്ന് MLA അടക്കം ഉറപ്പ് നൽകിയിരുന്നു. സ്ഥലം കണ്ടെത്തി നൽകിയതിനാൽ ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മുൻവർഷങ്ങളിൽ ബജറ്റുകളിൽ ഉൾപ്പെടുത്തിയെങ്കിലും സ്ഥലം ലഭ്യമല്ല എന്ന കാരണത്താൽ സ്മാരകം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത 5.5 സെന്റ് സ്ഥലത്ത് മാള അരവിന്ദന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയ്ക്കും മാള ഗ്രാമപഞ്ചായത്തിനും ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് നിവേദനം നൽകിയിരുന്നു. സ്ഥലം കണ്ടെത്തി നൽകിയതിനാൽ ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. മാള അരവിന്ദനോട് കാണിക്കുന്ന ഈ അവഗണന മാളക്കാരോടുള്ള അവഗണനയായി ജനം വിലയിരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു 5.5 സെന്റ് സ്ഥലമുണ്ട്. അത് ഉരുണ്ടോളി റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ അവിടെ മാള അരവിന്ദൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക നിലയം അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLAയ്ക്കും അതുപോലെ അതിനുവേണ്ടി മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും കത്ത് നൽകി. ഈ കത്ത് നൽകി അതുപോലെ തന്നെ ബഡ്ജറ്റ് വരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്ഥലം ലഭ്യമായതുകൊണ്ട് ഇത്തവണ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ ബഡ്ജറ്റ് വന്നപ്പോഴും ഈ തവണയും അദ്ദേഹത്തിന് സ്മാരകത്തെക്കുറിച്ച് ഒന്നും ഈ തവണത്തെ ബഡ്ജറ്റിലില്ല. വളരെ സങ്കടമുള്ള കാര്യമാണ്. സ്ഥലം ലഭ്യമായാൽ പണം നൽകാമെന്ന് MLA ഉറപ്പ് നൽകിയിട്ടും ഈ തവണത്തെ ബഡ്ജറ്റിൽ പോലും സ്ഥലമുണ്ടായിട്ട് പോലും ഉൾപ്പെടുത്താതിരുന്നത് വളരെയധികം ഖേദമുണ്ട്. മാള ഫൗണ്ടേഷന് പ്രതിഷേധമുണ്ട്. മാള അരവിന്ദൻ മരണമടഞ്ഞ് 10 വർഷം തികയുമ്പോഴും അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം മാളയിൽ പണിതുയർത്താൻ ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ ഇതുവരെ സാധിച്ചില്ല. മാള അരവിന്ദന്റെ വീട്ടിലേക്ക് പോകുന്ന വടമ കിണർ റോഡിനോ മാള പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോ അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നും അതിനായുള്ള ചെലവ് ഫൗണ്ടേഷൻ വഹിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ 8 വർഷവും ഫൗണ്ടേഷൻ കത്ത് നൽകിയെങ്കിലും ഒരു ഭരണസമിതി തീരുമാനം കൊണ്ടു മാത്രം യാഥാർത്ഥ്യമാക്കാവുന്ന കാര്യത്തിന് ഒരു നടപടിയും ഉണ്ടായില്ല. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമല്ലാത്തതാണ് കാരണമെന്ന് പറയുമ്പോഴും ഗ്രാമപഞ്ചായത്തിന് മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന മാളക്കടവും വലിയ പറമ്പിലെ സ്ഥലവും കണ്ടില്ല എന്ന് നടിക്കുന്നത് മനഃപൂർവ്വമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് നാമകരണം ചെയ്ത മാളക്കുളത്തിന്റെ ഒരു വശം മാള അരവിന്ദൻ സായാഹ്ന പാർക്കാക്കി മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. എന്നാൽ വിവാദങ്ങളിലൂടെയല്ല മാള അരവിന്ദന് സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതെന്നും പുതിയതായി ചൂണ്ടിക്കാണിച്ച അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിലെ സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്നും ഇവിടെ തടസ്സവാദങ്ങൾ പറയാതെ MLA പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും അതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണ പരിപാടികൾ അടുത്ത മാസം നടക്കും. മീഡിയ ടൈം, മാള.